നമുക്കൊരു ദൃശ്യത്തിലേക്ക് പോകാം. ഞാൻ വന്നില്ലെങ്കിൽ പുതിയ മാല ഇടണ്ടെന്നാണോ? അല്ല, ആ കളലക്ഷണം അന്ന് കൊണ്ടുവിട്ടാ ഉണ്ടല്ലേ? ആ അതുപോലെ തന്നെ. അന്ന് ചെറുപ്പാണ്. പക്ഷെ താങ്കളുടെ നർമ്മ മുഖത്തുണ്ട് ഉണ്ട്. ഉണ്ട്. ആദ്യകാല സിനിമകളിലൊന്നാണ്. അതെ, ഈ സിനിമയൊക്കെ കണ്ടു ഓർമ്മയുണ്ടോ? കൊച്ചു കൊച്ചു തെറ്റുകൾ. ആദ്യത്തെ ഒരു വരവിലുള്ള സിനിമകളാണ്. വരവിലുള്ള സിനിമകളാണ്. അതിനുശേഷം താങ്കൾ സിനിമാ നിർമ്മാണത്തിലാണ് ആദ്യം കൈവച്ചിരുന്നത്, ഓർമ്മയുണ്ടോ? ആ നിർമ്മാണം എനിക്കറിയാം. ആ ചെറിയ കാര്യമല്ല. വേണം നോക്കാം, ആ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗം വേണം നോക്കാം. കാലങ്ങൾ എത്രയോ പിന്നിലേക്ക് പോയി. ഈ സംഭവം നടക്കുമ്പോൾ കടപ്പുറത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കടപ്പുറത്ത് ഷൂട്ടിങ്ങിൽ നസീർ സാറും അത് ഈ സംഭവമല്ല, വിട പറയും മുമ്പേ നടക്കുന്നു. നസീർ സാറും ലക്ഷ്മിയും കടപ്പുറത്ത് നടക്കുന്ന സീനാണ്, മദ്രാസിൽ എടുക്കണം. അങ്ങനെ അത് എടുക്കാനായിട്ട് അവിടെ വന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞ് ക്യാമറയൊക്കെ റെഡി ആക്കി നസീർ സാറ് ലക്ഷ്മിയും കൂടി നടന്നിങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഈ ഡയറക്ടർ മോഹനാണ്. മോഹൻ പറഞ്ഞു, ഇനി ഒരു ഷോട്ടും കൂടി എടുക്കാനുണ്ട്. ആ പാൻറ്റ് മാറിയിട്ട് ഒരു മുണ്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. മുണ്ട് കൊണ്ടുവന്നിട്ടില്ല ആ സമയത്ത്. കാരണം ഈ കടപ്പുറത്താണ് ഷൂട്ടിങ്, കാലത്താണ്, 7 മണിക്കാണ്. മുണ്ട് കൊണ്ടുവന്നിട്ടില്ല. ആ സമയത്ത് മുരളി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മാനേജറെ നമ്മൾ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ നടിയുടെ കാറിൻ്റെ ഉള്ളിലിരുത്തിയിട്ട് ആ മുണ്ട് ഇങ്ങോട്ട് വലിച്ചു ഊരിയായിരുന്നു. എന്നിട്ട് ആ മുണ്ട് കൊണ്ട് നസീർ സാറിന് കൊണ്ടു കൊടുത്തിട്ട് ആ ഷോട്ട് എടുത്ത് ഈ ലക്ഷ്മി ചെല്ലുമ്പോൾ ഒരാൾ ഷെഡിയിട്ട് അവരുടെ കാറിൻ്റെ കുത്തിരിക്കുന്നു. അത് ഭയങ്കര പുലിവാലായി പോയി. അതോടുകൂടി ലക്ഷ്മി ചിലപ്പോൾ സിനിമയിൽ നിന്ന് പോകും. പക്ഷെ എനിക്കത് സിനിമയിൽ നിന്ന് പോയാലും സിനിമ പൊളിഞ്ഞാലും എനിക്ക് അതിൻ്റെ ഒരു ഹ്യൂമറും അതിൻ്റെ ഒരു വേദനയും എനിക്ക് അന്നും ചിരി തന്നെയാണ് വന്നത്. ശത്രു കമ്പൈൻസ് എന്നാണ് എൻ്റെ പേരിട്ടിരുന്നത് അല്ലേ? ഫസ്റ്റ് പടത്തിൽ ശത്രു കമ്പൈൻസ് വലിയ പേരാണ് ഇട്ടിരുന്നത്. ആണ്, കാരണം വലിയ നിലയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഇരിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് ശത്രുഘ്നൻ സിനിമയുണ്ട്. അന്ന് മിത്ര ഫിലിംസ് ഉണ്ട്, മിത്രങ്ങൾ തമ്മിൽ. അപ്പം നമുക്ക് തോന്നി എന്തായാലും ശത്രു കമ്പൈൻ ഇത് അവസാനം വഴക്കാവുന്ന അറിയാം. 3-5 പേരുടെ സിനിമ എടുത്ത് അന്ന് ശത്രു കമ്പൈൻസ്. അതുപോലെ തന്നെ അത് പിരിഞ്ഞു പോയി. അതുപോലെ തന്നെ സംഭവിച്ചു. പടം പൊളിഞ്ഞു. തമ്മിൽ വഴക്കുമായി ആൾക്കാർ. വരട്ടെ ഒരാളെന്തായാലും. ഞാൻ ഇന്നസെൻ്റായിട്ട് പരിചയപ്പെടുന്നത് ഡയറക്ടർ മോഹനായിട്ടാണ്. ഞാൻ മദ്രാസ് ചെല്ലുമ്പോൾ മറ്റേ നൃത്തശാലയിൽ വർക്ക് എടുക്കുമ്പോൾ ഉമാ ലോഡ്ജിലാണ് മോഹൻ താമസിക്കുന്നത്, ഇന്നസെൻ്റ് താമസിക്കുന്നത്. അങ്ങനെ ഇന്നസെൻ്റിനെ പരിചയപ്പെടുത്തുന്നത് മോഹനാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഇരിങ്ങോളക്കാരനാണ്, ക്രിസ്ത്യാനിയാണെന്ന് കേട്ടപ്പോൾ എനിക്കും താല്പര്യം തോന്നി. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുപ്പം വെച്ച് മുന്നോട്ട് പോയി. അവസാനം ഞങ്ങൾ ഒരുമിച്ച് സിനിമ എടുക്കേണ്ട അവസരമെത്തി. വിട പറയുമ്പോൾ എന്ന സിനിമ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിച്ച് പടം. ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായൊരു ചിരിക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് വിട പറയുമ്പോഴേ ആ മറീന ബീച്ചിൽ ലൊക്കേഷനിൽ വെച്ചിട്ട് നസീർ സാറും ലക്ഷ്മിയുള്ള ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായ രസകരമായ സംഭവം ഇന്നസെൻ്റ് ഓർക്കുന്നുണ്ടോ? അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്നസെൻ്റായിട്ട് കള്ളം പറയില്ലല്ലേ? ഇതൊക്കെ സത്യമാണ്. നേരത്തെ പറഞ്ഞിട്ടൊന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്നും അല്ല. കണ്ടോ, ഞാൻ വിചാരിച്ചൊരു അടി അടിച്ചാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, എനിക്ക് പേര് മാറിപ്പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആ പടത്തിലാണോ, ഒരു കഥ ഒരു നുണക്കഥയിലാണോ എന്ന് നോക്കിയപ്പോൾ നസീർ സാർ അതിൽ അഭിനയിച്ചിട്ടില്ല. വിട പറയും മുമ്പെയാണ്. മുരളി എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ മാനേജർ. ആ കാറിൻ്റെ ഉള്ളിൽ ഈ പാവം മുരളി ഒരു ഷെഡിയായിട്ടിരുന്നത്. ലക്ഷ്മി ചോദിക്കുന്നത്, എന്നാൽ ഷെഡിയായിട്ട് അഡ്വർടൈസ്മെൻറ്റാ ഇത് എന്നൊക്കെ ചോദിച്ചു. അയാളുടെ ജോലി പോയി. തൃശ്ശൂർകാരൻ തന്നെ ചേട്ടാ, തൃശ്ശൂർക്കാരനാണ്. കറക്റ്റ് വർത്താനാ. മാത്രമല്ല ഇന്നസെൻ്റാണ് ക്രിസ്ത്യാനിയാണെന്നൊക്കെ വിചാരിച്ച് ഞാനും കൂടെ. അതെ 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 അതെ. ഞങ്ങൾ ഒരുമിച്ച് വളരെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് സിനിമ. എനിക്ക് ഡേവിഡിൻ്റെ ഒരു കാര്യത്തിൽ ഡേവിഡ് ഒരുപാട് ഈ പണം ചിലവാക്കുന്ന കാര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് തീർക്കും. എന്നാൽ 10 പൈസ ഡേവിഡിന് വേണ്ടി ഡേവിഡ് അങ്ങനെ ഡേവിഡിനെ കണ്ടറിയാം നന്നായി തീർക്കുന്ന ഒരാളാണ്. തീർക്കും. ഭക്ഷണമൊക്കെ നല്ല കഴിക്കും. പക്ഷെ ഡേവിഡിന് ഇപ്പോഴും സന്തോഷം തന്നെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. പഴയ കാര്യങ്ങൾ ഒക്കെ പറയാറുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. സിനിമ പൊളിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് വലിയ പ്രശ്നം ഉണ്ടായി? അതിൽ ഒന്നും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം മോഹൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഞാനൊരു 4 ദിവസം മുമ്പ് മോഹനെ വിളിച്ചിരുന്നു. ഡേവിഡിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും.
കാരണം ഈ കൂടെയുള്ളവരൊക്കെ നന്നാവുന്നത് നല്ലതല്ലേ? വളരെ നല്ലത്. നമുക്ക് എപ്പോഴാണ് അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. നമ്മൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരു കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ആൾക്ക് കുറേ പണമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകരേണ്ട കാര്യമില്ല. ഞാൻ അതിനെപ്പറ്റി പറയും. ഇപ്പോൾ ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ലോട്ടറി ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്നതിൽ എനിക്ക് വിഷമമില്ല കേട്ടോ. ഇയാൾക്ക് ഇതിൻ്റെ വിഷമം, വേറെ ആൾക്ക് കിട്ടുന്നതിൽ വിഷമമില്ല. പക്ഷേ അയാൾ പറയണത് അതാണ്, ലോട്ടറി കിട്ടുന്നതിൽ നമുക്ക് വിഷമമില്ല. ഇപ്പോൾ എന്നാണ് 1 കോടി രൂപയാണ് ഇന്ന സ്ഥലത്ത് ഒരാൾക്ക് കിട്ടിയത്. എനിക്ക് നമ്മളിതിൽ പുറത്ത് പറയരുത്, ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പറയില്ല. എന്താ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4ാമത്തെ വീട്ടിൽ 1 കോടി രൂപയാണ് അവന് കിട്ടിയത്. ഞാൻ പറഞ്ഞ അതിന് അല്ല, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അകലെയുള്ളവന് കിട്ടിയ പ്രശ്നം, ഞാൻ എന്താ കുഴപ്പം, പിന്നെ അവൻ്റെ മുഖം കാണില്ലേ നമ്മൾ, അവൻ വണ്ടി ഓടിച്ച് അവൻ, അതാണ് അയാളുടെ വിഷമം. അപ്പോൾ നമുക്ക് അറിയുന്നവർക്ക് കിട്ടരുതെന്നും മറ്റുമാണ്. പക്ഷെ അതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മളറിയുന്നവരും പരിചയപ്പെട്ടവരും. നമുക്ക് ISRO ചെയർമാൻ രാധാകൃഷ്ണൻ എൻ്റെ കൂടെ പഠിച്ചു. അയാൾ ISRO ചെയർമാനായി എന്ന് പറയുന്നതിൽ എനിക്കുള്ളൊരു അഭിമാനം വളരെ വലുതാണ്. നിങ്ങളുടെ പോലെ തന്നെ തൊട്ടപ്പുറത്ത് ആണ് രാധാകൃഷ്ണൻ ഇരിക്കുന്നത്. ഇദ്ദേഹം ഒരു ലെൻസ് ഇത് കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർമ കൊണ്ടുവരും, എന്നിട്ട് അത് കത്തിച്ച് നോക്കും. അപ്പം ഞാൻ വിചാരിച്ചത് അവസാനം സ്കൂൾ കത്തിക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, അത് കഴിഞ്ഞ് ഇയാൾ വലിയ ആളായി എന്നൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇയാൾ ഒരു ദിവസം ISRO ചെയർമാൻ ആവുന്നതിന് മുമ്പ് തന്നെ ഹൈദരാബാദിലൊരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോഹൻലാലും ഞാനൊക്കെ ഇരിക്കുമ്പോൾ ഇയാളവിടെ വന്നു. ഇയാളുടെ ഭാര്യയും കൂടി, അവർക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ രാധാകൃഷ്ണൻ വെറുതെ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രാധാകൃഷ്ണനാണ്, ഇദ്ദേഹം ISRO കമ്പനിയിലെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അത് രാധാകൃഷ്ണൻ ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം രാധാകൃഷ്ണൻ അറിയാം എൻ്റെ വിദ്യാഭ്യാസ കുറവ്, ഈ HMT കമ്പനി എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ഈ മോഹൻലാൽ എൻ്റെ അടുത്ത്, താൻ എന്തൊരു മനുഷ്യനെ അങ്ങനെയാണോ പറയുക? ഞാൻ പറഞ്ഞു, അതും ഒരു തമാശയ്ക്ക് പറഞ്ഞതാടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാധാകൃഷ്ണൻ്റെ ചേട്ടനും എൻ്റെ ക്ലാസ്മേറ്റാണ് എല്ലാവരും. ശിവദാസൻ. ഇനി രാധാകൃഷ്ണൻ അച്ഛനും ക്ലാസ്മേറ്റ് ഇല്ല. രാധാകൃഷ്ണൻ്റെ ചേട്ടൻ ശിവദാസൻ്റെ ക്ലാസ്മേറ്റാണ്, രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ അവിടെ മക്കളില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? മക്കളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റെഡിയാണ് പഠിക്കാൻ, അവരുടെ കൂടെ പഠിക്കാനായിട്ട്. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഞാൻ ഈ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ശിവദാസൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന്, ഇയാളുടെ ചേട്ടൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ജയിച്ച് പോവാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇന്നസെൻ്റ് ഞാൻ പോവാണ്. ഞാൻ പറഞ്ഞു, നീ പൊക്കോ ശിവദാസ. ഞാൻ പോവാടാ. ഞാൻ പറഞ്ഞു, പൊക്കോ. ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, പൊക്കോ. അവസാനം പൊട്ടിക്കറിഞ്ഞു. ഞാൻ ചോദിച്ചാൽ, എന്തിനാ നീ കരയണേ? വേറെ ഒന്നുമില്ല, എൻ്റെ അനിയൻ ഇവിടേക്ക് വരുന്നുണ്ട്, അവനെ നീ ചീത്തയാക്കരുത് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ISRO ചെയർമാനായ രാധാകൃഷ്ണൻ ISRO ചെയർമാനായത് എൻ്റെയും കൂടിയും കരുണ കൊണ്ടാണ്. മാത്രമല്ല മൂപ്പറായത് നിങ്ങൾ അന്ന് ചീത്തയാക്കാത്തതുകൊണ്ടാണ്. കാത്തുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ 2 കൊല്ലം മുമ്പോ മറ്റോ ഒരെണ്ണം വിക്ഷേപിച്ചു. വിക്ഷേപിച്ച് കഴിയുമ്പോൾ ഞാൻ നാട്ടിലാർക്ക് സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു. അപ്പം എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ തിരക്കുണ്ടാക്കല്ലേ. മാത്രമല്ല, ഞാൻ പലരും വന്നിട്ട് എന്നോട് ചോദിച്ചു, രാധാകൃഷ്ണൻ നിങ്ങളെ അടുപ്പല്ലേ? ഞാൻ പറയാൻ പോയില്ല, കാരണം ഇത് കരിഞ്ഞ് താഴെ വീഴുകയാണെങ്കിൽ മോശമുണ്ടേ. രണ്ടാമത് വിട്ടു, അവൻ ഓക്കെ ആയി. ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റ് തന്നെ, ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നന്നായി കഴിയുമ്പോൾ അവർ നമ്മുടെയാണെന്ന് പറയാൻ നമ്മൾ കൂടുതൽ സന്തോഷിക്കുക, ഇഷ്ടപ്പെടുക. നമ്മുടെ അധ്യാപകരാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക്